അങ്ങനെ ഏകദേശം നമ്മുടെ അത്തപ്പൂവിന്റെ ഡിസൈൻ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആരേ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പൂ പറിക്കണ്ടേ? പറിക്കണം. പൂ നമ്മള് വേറെ എവിടെ നിന്നൊന്നും അല്ല കേട്ടോ പറിക്കുന്നത്, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പൂവാണ് പറിക്കുന്നത്. പക്ഷെ ഒരു കേസുണ്ട്, ഈ പൂക്കളൊക്കെ അമ്മച്ചി നട്ട് വെച്ചേക്കുന്ന പൂക്കളാണ്. അപ്പോ വരുമ്പോ എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ വേറെ എവിടെയും പോകുന്നില്ല, നമ്മുടെ സ്വന്തം ഓണമല്ല. ഓണത്തിന് നമുക്ക് അത്തപ്പൂക്കളില്ലായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. കുഞ്ഞായിരുന്നു, അവനൊരു 5-6 മാസം അധികക്കുള്ളില്ലല്ലോ. അങ്ങനെ അപ്പൊ പൂക്കളൊന്നും തിരിച്ചറിയാറില്ല. ഇപ്പൊ 1.5 വയസ്സ് കഴിഞ്ഞു, പൂക്കളൊക്കെ മനസ്സിലാവൂലോ. ഞങ്ങൾ എന്നാ പൂക്കളൊക്കെ പറിച്ചു തുടങ്ങട്ടെ. അമ്മച്ചി വെളിയിലേക്ക് പോയിക്കുക, വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് പറിച്ച് സെറ്റാക്കിയേക്കാം. അമ്മച്ചിക്ക് വിഷമമാണ് ഒത്തിരി. അങ്ങനെ ഞങ്ങൾ കൂടെ കയറിത്തിട്ട് പോവാണ്. പൂക്കൾ ഒരു മൂലയെന്ന് പറിച്ച് തുടങ്ങാം നമുക്ക്. ആദ്യമേ തന്നെ നമുക്ക് ഈ നിറഞ്ഞിരിക്കുന്ന പൂ പറിക്കും. ഇതാ ഒത്തിരി ഉണ്ട്, എല്ലാം പറിച്ചു നോക്കണ്ട, ആരോടും മിണ്ടണ്ട. അമ്മച്ചി വരുന്നതിന് മുമ്പ് സെറ്റാക്കിയിരുന്നു. ഞായറാഴ്ച അല്ലേ നമ്മുടെ ഓണം? ഞായറാഴ്ച. ആരെല്ലാം ഉണ്ടോ വിശേഷ അതിഥികളായിട്ട്? വിശേഷ അതിഥി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അപ്പനോട് പറയണം. പിന്നെ കുഞ്ഞമ്മയും പിള്ളേരും ചാച്ചയുണ്ട് ഇപ്രാവശ്യം. ചാച്ച കുറച്ചു നാളായി വന്നിട്ട്, എല്ലാവരും ക്ഷണിച്ചേക്കാം. 2-3 മാസമായി തോന്നും ചാച്ച വന്നിട്ട്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ശനിയാഴ്ച തന്നെ കുറെ പണികൾ ഒതുക്കണം. കാരണം ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ പോകാനുണ്ട്. രാവിലെ 7:30 കുർബാന. അയ്യോ, ഞാൻ പറിച്ച് ഒരു സൈഡ് ഫുള്ള് ക്ലീൻ ആക്കി. വാക്കത്തി എടുക്കുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതെ, വാക്കത്തിയാണോ കോടാലിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആരല്ല കുറെ മുട്ടകളുള്ളതുകൊണ്ട് പിന്നെ വിരിഞ്ഞു വന്നോളൂ. അതെ, നമുക്ക് അങ്ങനെ ആശ്വസിപ്പിക്കാം. പിന്നെ കുഞ്ഞിന് വേണ്ടി അതൊക്കെ ഞങ്ങൾ തള്ളാം. ശരിക്കും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. കുഞ്ഞിച്ചിരി കൂടെ കഴിഞ്ഞേയും അവനിപ്പോ വിട്ടാൽ തന്നെ പൂക്ക പറക്കി കളിക്കത്തേ ഉള്ളന്നേ. അവന് അത്തപ്പൂ എന്നാന്ന് ഓണം എന്നാന്നും അറിയത്തില്ലല്ലോ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനായിട്ടാണ്. അവന് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒട്ടും അറിവില്ലായിരുന്നു. ഇപ്പോൾ ഒരു 1.5 വയസ്സായി, അതിന്റെ ഒരു ചെറിയ അറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഓണം, ഇതാണ് അത്തപ്പൂ. കാരണം ഇപ്പോഴത്തെ ജനറേഷനൊന്നും അങ്ങനെ ഓണമൊന്നും ഒരുപാട് ആഘോഷിക്കാറില്ല. ജസ്റ്റ് ഫാമിലി ഫുഡ് അല്ലാതെ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുക, കഴിക്കുക, അതൊക്കെ ഉള്ളല്ലോ. ഒന്ന് ജസ്റ്റ് പഴയ രീതിയിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട്. അടുത്തതായി നമുക്ക് റോസയിലേക്ക് കൈ വെക്കാം. നമുക്ക് പറിച്ച് നോക്കാം, നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് പൂ പറിക്കാം. അല്ലാതെ വെറുതെ പറിച്ചു കൂട്ടി കളയണ്ടല്ലോ. അമ്മച്ചിക്ക് ഒത്തിരി വിഷമമായാലോ. നമുക്ക് ആവശ്യമുള്ളത് പറിക്കാം. ഇനി വേണ്ടെങ്കിൽ വേണമെങ്കിൽ വന്ന് പറിക്കാമല്ലോ, നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നല്ലേ. അമ്മച്ചിയുടെ ചങ്കിടിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ റോസപ്പൂ പറിക്കുകയാണ്. അവസാനം നീ ഏലത്തിന്റെ കായോടെ പറിക്കരുത്, അപ്പം കഴുത്ത് കിട്ടുന്നതായിരിക്കും. ഇല്ല, അമ്മച്ചിന്റെ പെടലി കിട്ടിയാലോ. അതിന്റെ അന്നമാണ്, എന്റെ അന്നത്തെ കളിക്കണ്ടെന്ന്. മഞ്ഞപ്പൂ ഒരു മാവേലി ഉണ്ട് അതിനകത്ത് മാവേലി കളർ വേണം കേട്ടോ. ഞാനിപ്പോ ആലോചിക്കുന്നത് മാവേലി കളർഫുൾ ആക്കിയാലോ. കളർഫുൾ മാവേലി നല്ലതായിരിക്കും. മാവേലി അവസരം തൊണ്ടയ്ക്ക് വിളിക്കുന്ന. ഓ, എന്റെ തൊണ്ടയ്ക്ക് പറ്റില്ലേ. മാവേലിയുടെ മീശയ്ക്ക് കറുപ്പേ വലിതം കൊടുത്താലോ. ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത്രയൊക്കെ പറിച്ചാലേ എനിക്ക് പേടിയുണ്ട് അമ്മച്ചീനെ. പേടിയില്ലെന്നോ? മുറ്റത്തെ പൂവെല്ലാം അവിടെ പറിക്കുന്നേ. മച്ചി, ആകപ്പാടെ ഒരു വർഷത്തിലൊരു ഓണമല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലെ പൂ തന്നെ പറിച്ച് അത്തപ്പൂക്കൾ ഇടുന്നല്ലേ നല്ലത്. ഇത് നട്ടുപിടിപ്പിച്ച് വെള്ളം ഒഴിച്ച് വളർത്തിയത് ഞാനല്ലേ, എന്നോട് ചോദിക്കണ്ടേ? ക്ഷമിക്ക്, ഈ ഒരു വർഷമല്ലേ, നമുക്കത് സെറ്റാക്കാന്നേ. എന്നാ കൊച്ചു പേടിച്ചു പോയോ? ഞാനിവിടെ പറിക്കാം, നമുക്ക് അപ്പത്തപ്പൂ ഇടാം. എന്നാ പറിക്ക്. ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, അമ്മച്ചി വരുമ്പോ വഴക്ക് പറയുന്നൊക്കെ. വേണ്ടി ഒരു മെയിൻ പൂ തന്നെ പറിച്ചു തരാം. അമ്മച്ചിയുടെ മെയിനായിട്ടും എല്ലാം പറിച്ചിട്ട് വരുന്നുണ്ട്. ഡാലികല്ലോ ചേച്ചി? ഡാലിക. ഞങ്ങളപ്പം പറിച്ച പൂവെല്ലാം ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നോക്കുമ്പോ വയലറ്റ് പൂവാ നമ്മുടെ വീട്ടിലുള്ളതെന്ന് തോന്നേ. ഇതുണ്ടോ? തേങ്ങയില്ലെങ്കിൽ പറിക്കാം. അയ്യോ, കാറ്റ് വരും. നമ്മൾ അനാവശ്യമായിട്ട് പറിച്ച് കളയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ പറിക്കാമല്ലോ. അമ്മച്ചി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പെട്ടെന്ന് ഒരുക്കിട്ട് ഞങ്ങൾ പരിപാടി തുടങ്ങട്ടെ. നമുക്ക് ഒരുമിച്ചാവും ഈ ഓണം. അതെ അതെ, യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണം അല്ലേ? അതെ, അതും 6 മാസത്തിനുള്ളില്. അതാണ്. അത്യാവശ്യം നമ്മൾ പൂവൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് തുടങ്ങാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. നമ്മുടെ അമ്മച്ചിയും കുഞ്ഞും കാഴ്ചക്കാരുണ്ട്, പണിക്കാരിയായിട്ട് ആറുമുണ്ട്. തുടങ്ങാം അല്ലേ? തുടങ്ങാം. വൃത്തിയാക്കാം. സെന്ററിൽ വെക്കാം. സെന്ററിൽ വെച്ച് നമുക്ക് തുടങ്ങാം. ഇനി ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം നിങ്ങളെ. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ വർഷത്തെ ഓണത്തിന്റെ അത്തപ്പൂവിന്റെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ കുറച്ചു നേരത്തെ കഷ്ടപ്പാടാണ്, നമ്മുടെ സ്വന്തം വീട്ടിലെ സ്വന്തം പൂങ്കൂട്ടൊരു കഷ്ടപ്പാട്. ആരെ നീ മാവേലിനെ വിളിച്ചതാണോ? ഇവർക്കടുത്ത് കാർന്ന് കേട്ടില്ല. മാവേലിയെന്ന് വിളിക്കാൻ മുമ്പേ ഒന്ന് മാവേലിയെന്ന് വിളിച്ച്. മാമ. ഓക്കെ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓണവിശേഷം അല്ലേ ചേച്ചി? ഓണത്തിന്റെ തുടക്ക വിശേഷം. നാളെ ഇനി സദ്യയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടില്.
അതിന്റെ പ്രമാണിച്ചുള്ള തിരക്കുകളായിരിക്കും നാളെ. അമ്മച്ചിയുടെ പണ്ടത്തെ ഓണമൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് നല്ല രസമായിരുന്നു. അപ്പനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അത്തപ്പൂവൊക്കെ ഇടാണ്ട് നാത്തുമാരൊക്കെ ആയിട്ട് അത്തപ്പൂവൊക്കെ ഇട്ട് നല്ല ഊഞ്ഞാലൊക്കെ കെട്ടി നല്ല രസമായിരുന്നു. നല്ല അടിപൊളി ഓണമൊക്കെ ആയിരുന്നു അല്ലേ? നല്ല അടിപൊളി. പഴമക്കാരല്ലേ, പഴമക്കാർക്കൊക്കെ ഇപ്പൊ ഓണത്തിന് ആഘോഷങ്ങൾ കൂടുതലായിരിക്കും, ആൾക്കാരും കൂടുതലായിരിക്കും. ഇപ്പൊ വരുമ്പോ എല്ലാം ആൾക്കാർ കുറവാണ്. ഓരോ വീട്ടിൽ ആൾക്കാർ തീരെ കുറവാണ്. ഇപ്പൊ ഉള്ള ആൾക്കാർ തന്നെ എല്ലാം വെളിയിലും കാര്യങ്ങളൊക്കെ ഇല്ലതാണ്. അതിന്റെ തിരക്കുകളൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാരെയും ഒന്ന് ഓണം വിഷ് ചെയ്താലോ? ഞങ്ങളുടെ വക ഹാപ്പി ഓണം.